കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണക്കക്കൊഞ്ചും പച്ചമാങ്ങയും ഉപയോഗിച്ച് ഒരു തനി നാടൻ ടേസ്റ്റിലുള്ള കൊഞ്ച് മാങ്ങ കറിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം ഉണക്കക്കൊഞ്ച് ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊഞ്ച് അതിലേക്ക് എടുത്തിരിക്കുകയാണ്. 1.5 കപ്പ് കൊഞ്ചാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഉണക്കക്കൊഞ്ച് നന്നായി ഒന്ന് വറുത്തെടുക്കാം. കൊഞ്ച് നന്നായി ക്ലീൻ ആവാനും കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുവാനും വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ കൊഞ്ച് നന്നായി ചൂടായിട്ടുണ്ട്. വറുത്തെടുത്ത കൊഞ്ച് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഒരല്പം തണുത്ത് വരുമ്പോൾ ഞാൻ ഈ കല്ലുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് പരത്തുകയാണ്. ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളർ ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റായിട്ടുള്ള ഭാഗങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ കാല്, കണ്ണ്, ഈ ഭാഗങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ കൊഞ്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പ്ലേറ്റിലുള്ള പൊടികളൊന്നും നമ്മൾ എടുക്കണ്ട, അതെല്ലാം വേസ്റ്റാണ്. മുകളിലുള്ള ഈ കൊഞ്ച് മാത്രം എടുത്താൽ മതിയാകും. ഉണക്കക്കൊഞ്ച് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഈ കൊഞ്ച് നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി കറിച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ വീതം ഇട്ടുകൊടുക്കാം. അതോടൊപ്പം 2 പച്ചമുളകും കൂടെ നെടുകെ കീറിയത് ഇട്ടുകൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒരുമിച്ച് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ചെറുതായി കളർ മാറി വരുമ്പോൾ 1 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. തക്കാളി വാടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം. പൊടി നന്നായി റോസ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മാങ്ങയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചിരുകിയത് 1 കപ്പ് എടുത്ത് ഇത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് എടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ മാങ്ങ പകുതി വേവായിട്ടുണ്ട്. ഈ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കക്കൊഞ്ച് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറക്കുകയാണ്. ഈ സമയം മാങ്ങയും കൊഞ്ചും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. കൃത്യം 1 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഈ കറി സെറ്റായിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയും ഈ ചട്ടിയിൽ ഇരുന്നതിന് കുറച്ചുകൂടി വെള്ളം വറ്റുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം 1 നുള്ള് ഉലുവ വറുത്തു പൊടിച്ചതാണ്, അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറുകയാണ്. 1.5 ടേബിൾ സ്പൂൺ കണക്കിന് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നു. ഇനി ഇത് അടച്ചു വെക്കാം. ഏകദേശം 1 മിനിറ്റിന് ശേഷം ചട്ടി ഓപ്പൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു തനി നാടൻ ടേസ്റ്റിലുള്ള ഉണക്കക്കൊഞ്ച് മാങ്ങ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഉണക്കക്കൊഞ്ച് മാങ്ങ കറി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ഓർപ്പിക്കുകയാണ്. അതുപോലെ ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.